ആശ്രമ മൈതാനത്തെ കലോത്സവ വേദിയിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ ബാനർ പ്രതിഷേധം. ചാൻസലറിസം തുലയട്ടെ എന്നായിരുന്നു ബാനർ. ജനം TV വാർത്തയെ തുടർന്നാണ് പോലീസ് ബാനർ അഴിപ്പിച്ചത്. അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ, കലോത്സവ വേദിയെ കലാപഭൂമിയാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരികയും ചെയ്തു. ജനം TV വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസ് ഇടപെട്ട ബാനർ നീക്കുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത്. വിശദാംശങ്ങൾ സർ എന്തു പറഞ്ഞു? വിഷ്ണു, ഞാനിപ്പോൾ നിൽക്കുന്നത് 62ാമത് സ്കൂൾ കലോത്സവം നടക്കുന്ന ആശ്രമ മൈതാനത്താണ്. വലിയ കൗമാര തിരക്ക് തന്നെ ഈ ആശ്രമ മൈതാനത്തുണ്ട്. അവിടെയാണ് SFIയുടെ ഹെൽപ്പ് ഡെസ്ക് എന്ന ഒരു സ്റ്റാൾ വരുന്നു. ആ സ്റ്റാളിലാണ് SFI ചാൻസലറിസം തുലയട്ടെ എന്ന ഒരു ബാനർ കലാപ്രതിഭകൾക്ക് സ്വാഗതം അരുളിക്കൊണ്ട് അങ്ങനെ സ്ഥാപിക്കുന്നു. പക്ഷേ അത് ഭരണഘടനാപരമായിട്ട് ഗവർണർക്കെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലക്കായിരുന്നു ഞങ്ങൾ വാർത്ത നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വാർത്തയെ തുടർന്ന് അപ്പോൾ തന്നെ പോലീസ് ഇടപെടുന്നു. പോലീസ് കാരണം ഇന്നലെയാണ് അവർ ആ ബാനർ സ്ഥാപിക്കുന്നത്. ആ ബാനർ സ്ഥാപിച്ചതിന് പിന്നാലെ, അതായത് ഞാൻ നിൽക്കുന്ന ഇതിന് പുറകിലാണ് SFIയുടെ പൗലിയൻ ഉള്ളത്, SFIയുടെ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാൾ ഉള്ളത്. അവിടെയായിരുന്നു രാവിലെ അത് ഉണ്ടായിരുന്നത്, ചാൻസലറിസം തുലയട്ടെ എന്ന ബാനർ ഉണ്ടായിരുന്നത്. അതിനു പിന്നാലെയാണ് നമ്മുടെ വാർത്ത നൽകുന്നതിന് പിന്നാലെ പോലീസ് അധികാരികൾ എത്തുന്നു. പോലീസ് അധികാരികളെത്തി അത് അഴിച്ചു മാറ്റണമെന്ന് SFIയുടെ നേതാക്കളോട് ആവശ്യപ്പെടുന്നു. SFIയുടെ ജില്ലാ സെക്രട്ടറി ഗോപികൃഷ്ണൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ തന്നെ ആ ബാനർ അഴിച്ചു മാറ്റാനും തയ്യാറാകുന്നു. എന്തായാലും അതായത് മന്ത്രിമാരടക്കം ഉന്നത ഉദ്യോഗസ്ഥരടക്കം ജനപ്രതിനിധികളടക്കം നിരവധി പേർ വരുന്ന ഈ സ്ഥലത്തേക്കാണ് ഇത്തരത്തിൽ SFIയുടെ ഒരു ബാനർ പ്രതിഷേധം ഉണ്ടാകുന്നത്. പക്ഷെ അത് ഈ ആശ്രമ മൈതാനത്ത് പുറത്തായിരുന്നു എങ്കിൽ അത് അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗം മാത്രമായിരിക്കുമായിരുന്നു. പക്ഷേ ഇത് ആശ്രമ മൈതാനത്ത് ഒരു അകത്താണ്, സർക്കാരിന്റെ ചിലവിൽ നടക്കുന്ന, വിദ്യാഭ്യാസ വകുപ്പിന്റെ ചിലവിൽ നടക്കുന്ന ഒരു പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിപ്പോൾ പോലീസ് ഇടപെട്ട് നമ്മുടെ വാർത്തയെ തുടർന്ന് അത് നീക്കം ചെയ്തിരിക്കുകയാണ്. വിഷ്ണു, അഖിലി, കലോത്സവ വേദിയിൽ ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയല്ലേ SFIയുടെ ഈ ഒരു നടപടി എന്ന വിലയിരുത്തേണ്ടി വരില്ലേ ഈ ഘട്ടത്തിൽ? കാരണം എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും എത്തിച്ചേരുന്ന ഇടമാണ്. അതോടൊപ്പം ഈ കുട്ടികൾക്കിടയിലേക്ക് കൂടി ഇത്തരത്തിൽ ഉള്ള പ്രതിഷേധ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ടായിരുന്നില്ലേ? വിഷ്ണു, അങ്ങനെയാണ്. കാരണം കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ എത്തുന്നതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ കൗമാര മഹോത്സവം. അപ്പോൾ പല വിദ്യാർത്ഥി സംഘടനകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്, പല പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കുന്നവരുണ്ട്, പല ആൾക്കാരും ഇവിടേക്ക് വരുന്നുണ്ട്, കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അപ്പുറത്തുള്ള ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ അത്തരത്തിലുള്ള ഓരോരുത്തരും വരുമ്പോൾ ഇത്തരത്തിലൊരു നീക്കം SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് വലിയൊരു പ്രതിഷേധത്തിന് തന്നെ ഇടയാക്കും, വലിയൊരു പ്രതിഷേധത്തിന് തന്നെ അതിന് സാഹചര്യവും സൃഷ്ടിക്കുമായിരുന്നു. നമ്മൾ വാർത്ത നൽകുന്നതിന് അപ്പുറത്താണ് അത് നീക്കം ചെയ്യണമെന്ന് പോലീസ് അധികാരികൾ പോലും ആവശ്യപ്പെട്ടത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ 4 മന്ത്രിമാർ ഈ സ്ഥലത്തു തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരിടത്താണ് അധികം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പോലീസ് സേന ഉള്ളടത്താണ് ഇത്തരത്തിൽ SFIയുടെ ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയോ അല്ലെങ്കിൽ ഗവർണറെ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ അതിനെതിരെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുമായിരുന്നു. ആ സാഹചര്യം പോലും സൃഷ്ടിക്കുക എന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം 48 മണിക്കൂറിന് മുമ്പ് ഈ കൗമാരകല ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത് കുട്ടികളുടെ മത്സരമാണ്, കുട്ടികൾ മാത്രം മത്സരിക്കുന്ന ഇടമാണ്, രക്ഷിതാക്കളോ മറ്റാരെങ്കിലും ഇതിന്റെ ഭാഗമാകരുത് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രതികരണം. കാരണം മുഖ്യമന്ത്രി അതങ്ങനെ പറഞ്ഞു പോകുന്നിടത്തു തന്നെ മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്ന് പറയുന്നതും കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്തു വായിക്കേണ്ടതാണ്. എന്തായാലും വാർത്തയെ തുടർന്ന്, ജനം TVയുടെ വാർത്തയെ തുടർന്ന് ഇപ്പോൾ SFIയുടെ ചാൻസലറിസം തുലയട്ടെ എന്ന കലാപ്രതിഭകൾക്ക് വേണ്ടി സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്തിരിക്കുകയാണ്. വിഷ്ണു, അഖിൽ പാലോട്ട് മഠമാണ് വിശദാംശങ്ങൾ നൽകിയത്. കലോത്സവ വേദിയിൽ SFIയുടെ പ്രതിഷേധം, ഗവർണർക്കെതിരെ ബോർഡ് ബാനർ സ്ഥാപിച്ചു. ജനം TV വാർത്തയെ തുടർന്ന് പോലീസ് ബാനർ നീക്കുകയും ചെയ്തു.